ഹായ് ഓൾ, വെൽക്കം ടു മീറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന 2026 ജനുവരി മാസത്തിലെ സെറ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഔട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാം. അതിന് മുന്നോടിയായിട്ട് കേരള പിറവിയോടനുബന്ധിച്ച് മിൻറ്റിൽ എല്ലാ കോഴ്സുകൾക്കും 15% ഡിസ്കൗണ്ട് ലഭ്യമാണ്. KP015 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുക. ഇന്ന് രാത്രി, അതായത് നവംബർ 3-ാം തീയതി 11:59 വരെയാണ് ഈ ഓഫർ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സ് വേണേലും പർച്ചേസ് ചെയ്യാവുന്നതാണ്. കാരണം നമുക്കറിയാം നിരവധി ഡിഗ്രി ലെവൽ എക്സാമുകളും ഒക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം തന്നെ നമുക്ക് അനുയോജ്യമായ കോഴ്സ് പർച്ചേസ് ചെയ്യുക, പഠനം ആരംഭിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സെറ്റ് എക്സാമിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കറിയാം എക്സാമിനെ കുറിച്ചിട്ട് വന്നേക്കുന്ന ഒരു വാർത്തയാണ് സെറ്റ് അപേക്ഷ നവംബർ 28 വരെ. അപ്പം നമുക്കതിനെക്കുറിച്ചിട്ടൊന്ന് നോക്കാം. ഹയർ സെക്കൻഡറി നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപക യോഗ്യതാ നിർണയ പരീക്ഷയായ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ സെറ്റ് 2026 ജനുവരിയിൽ നടക്കും. ഓർക്കുക കേട്ടോ, 2026 ജനുവരി മാസം എന്ന് പറഞ്ഞിട്ടുണ്ട്. 2026 ജനുവരിയിൽ നടത്തും. LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് പരീക്ഷ നടത്തുക. അവസാന തീയതി നവംബർ 28 വൈകിട്ട് 5 മണി വരെയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി. ഓർത്തിരിക്കുക കേട്ടോ. 2025 നവംബർ 28-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. അതിന് മുന്നേ തന്നെ എല്ലാവരും ലാസ്റ്റ് ഡേറ്റ് നോക്കിയിരിക്കാതെ എത്രയും വേഗം തന്നെ അപ്ലൈ ചെയ്യുക കേട്ടോ. അപേക്ഷാ യോഗ്യതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബിരുദാനന്തര ബിരുദത്തിന് 50% മാർക്ക് അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡും BEdും ഉള്ളവർക്ക് അപേക്ഷിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ബിരുദാനന്തര ബിരുദത്തിൽ എത്രയാണ് PG, അതിൽ 50% മാർക്ക് അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡും BEdും ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതുപോലെ SC ST PWD വിഭാഗക്കാർക്ക് 5% മാർക്കിളവാണ് പറഞ്ഞിരിക്കുന്നത്. ചില പ്രത്യേക വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദമുള്ളവരെ BEd വേണമെന്ന നിബന്ധനയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. LTTC അതുപോലെ തന്നെ DELD തുടങ്ങിയ ട്രെയിനിങ് കോഴ്സുകൾ ജയിച്ചവർക്കും അപേക്ഷിക്കാം. ഓർക്കുക കേട്ടോ. അതുപോലെ അടിസ്ഥാന യോഗ്യതയിൽ 1 മാത്രം നേടിയവർക്ക് ഇനി പറയുന്ന നിബന്ധന പ്രകാരം അപേക്ഷ നൽകാവുന്നതാണ്. ഒന്ന്, PG ബിരുദം മാത്രം നേടിയവർ BEd കോഴ്സ് അവസാന വർഷം പഠിക്കുന്നവരായിരിക്കണം. രണ്ടാമതായി പറയുന്നത് അവസാന വർഷ PG പഠിക്കുന്നവർക്ക് BEd ഉണ്ടായിരിക്കണം. അവസാന വർഷ PG പഠിക്കുന്നവർക്ക് എന്തുണ്ടായിരിക്കണം? BEdും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നിബന്ധനകൾ പ്രകാരം സെറ്റ് എഴുതുന്നവർ PG ഓർ BEd പരീക്ഷയുടെ നിശ്ചിത യോഗ്യത സെറ്റ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ച തീയതി മുതൽ 1 വർഷത്തിനകം നേടിയിരിക്കണം എന്നും പറയുന്നുണ്ട്. 1 വർഷത്തിനകം നേടിയിരിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ആ ചാൻസിൽ സെറ്റ് ജയിച്ചതായി എന്ത് ചെയ്യില്ല, കണക്കാക്കുകയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. പരീക്ഷാ ഫീസ് പറഞ്ഞിരിക്കുന്നത് ജനറൽ ഓർ OBC വിഭാഗക്കാർക്ക് 1300 രൂപയാണ് കേട്ടോ. ഓർക്കുക, 1300 രൂപയാണ് ജനറൽ ഓർ OBC വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്. SC ST PWD വിഭാഗക്കാർക്ക് 750 രൂപയാണ് ഫീസ് വരുന്നത് കേട്ടോ. 750 രൂപയാണ് ഫീസ് വരുന്നത്. അത് ഓൺലൈനായിട്ട് അടയ്ക്കാവുന്നതാണ്. അപേക്ഷിക്കാനായിട്ട് എന്ത് ചെയ്യണം? LBS സെൻറ്ററിൽ വെബ്സൈറ്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തി വേണം. അതായത് ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താത്തവരുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ നടത്തിയതിന് ശേഷം വേണം അപേക്ഷിക്കാൻ. PWD വിഭാഗക്കാർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഡിസംബർ 8-ന് മുൻപ് തിരുവനന്തപുരം LBS സെൻറ്ററിൽ ലഭിക്കത്തക്ക വിധം അയക്കണം. അപ്പോൾ PWD ഇതിലൊക്കെ പെട്ട ആളുകളുണ്ടെങ്കിൽ PWD വിഭാഗക്കാർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഡിസംബർ 8-നുള്ളിൽ അവിടെ എത്തുന്ന രീതിയിൽ വേണം പകർപ്പ് ഡിസംബർ 8-ന് മുൻപ് തിരുവനന്തപുരം LBS സെൻറ്ററിൽ ലഭിക്കത്തക്ക വിധം വേണം ഇത് അയക്കാൻ. അതുപോലെ SC ST വിഭാഗക്കാർക്ക് ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ, OBC നോൺ ക്രീമി ലെയർ വിഭാഗത്തിൽപ്പെടുന്നവർ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ 2026 ഒക്ടോബർ 30-നും 2025 നവംബറിനും ഇടയിൽ ലഭിച്ചത്. കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 2024 ഒക്ടോബർ 30-നും 2025 നവംബർ 28-നും ഇടയിൽ ലഭിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. PWD വിഭാഗക്കാർ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് എന്നിവ സെറ്റ് പരീക്ഷ ജയിക്കുകയാണെങ്കിൽ ഹാജരാക്കണം. ഇത് പരീക്ഷ ജയിക്കുകയാണെങ്കിൽ ഹാജരാക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് www.ibscenter.kerala.government.in എന്ന വെബ്സൈറ്റിൽ കൂടുതൽ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ് കേട്ടോ.
അപ്പോൾ lbscenter.kerala.government.in എന്ന വെബ്സൈറ്റിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഓർത്തിരിക്കുക, സെറ്റ് സ്വപ്നം കാണുന്ന ആളുകൾക്ക് അടുത്ത് തന്നെ കിട്ടുന്ന ഏറ്റവും മികച്ചൊരു അവസരമാണ് നമ്മുടെ 2026 ജനുവരിയിൽ നടക്കാൻ പോകുന്ന സെറ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാതെ എത്രയും വേഗം തന്നെ പഠനം ആരംഭിക്കുക. കാരണം നമുക്കറിയാം സെറ്റിൻ്റെയൊക്കെ സിലബസ് എന്ന് പറഞ്ഞാൽ കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് തന്നെയാണ്. അപ്പോൾ എത്രയും വേഗം തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങുക കേട്ടോ. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് മറക്കരുത്, നവംബർ 28 വരെയാണ് സമയം. നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുള്ളൂ. അതുപോലെ തന്നെ സമയം പറഞ്ഞിരിക്കുന്നത് 5 മണിയാണ് എന്ന കാര്യവും ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും മികച്ചൊരു അവസരമാണ്, അതായത് അധ്യാപനമൊക്കെ സ്വപ്നം കാണുന്ന ആളുകൾക്ക്. അപ്പോൾ നമ്മൾ എത്രയും വേഗം തന്നെ ഈ എലിജിബിലിറ്റി ടെസ്റ്റൊക്കെ ക്ലിയർ ചെയ്തെടുക്കുക കേട്ടോ. കാരണം നമ്മൾ ഇങ്ങനെ അധ്യാപന സ്വപ്നം കാണുന്ന ആളുകൾക്ക് ഇനി എന്തെല്ലാം മാറ്റങ്ങൾ എങ്ങനെയൊക്കെ വരും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ നമ്മൾ ഓരോ വർഷം കഴിയും തോറും നമ്മുടെ കോമ്പറ്റീഷനും കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക, നല്ല രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങുക കേട്ടോ. അപ്പോൾ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ താങ്ക് യു. അതുപോലെ അതിന് മുന്നോടിയായിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആ എക്സാമിനൊക്കെ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങിയിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല മികച്ചൊരു അവസരമാണ് മിൻ്റ് ഒരുക്കുന്നത്. ഒരു സ്കോളർഷിപ്പ് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നവംബർ 5 സ്കോളർഷിപ്പ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ടൈം 10 മണി തൊട്ട് 12 മണി വരെയാണ് സ്കോളർഷിപ്പിൻ്റെ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെല്ലാവരും ജോയിൻ ചെയ്യുക. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ സ്കോളർഷിപ്പ് എക്സാമിന് പാസ്സാകുന്ന ആളുകൾക്ക് ഫ്രീ ആയിട്ട് ഈ കോഴ്സ് അവൈലബിൾ ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓർക്കുക, നല്ലൊരു അവസരമാണ് നിങ്ങൾക്കുള്ളത്. പഠിക്കാൻ നമ്മൾ മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മടി വിചാരിക്കാതെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മൾ എല്ലാ എക്സാമിനും എന്ത് ചെയ്യുക, നല്ല പരിഗണന കൊടുത്ത് നമ്മൾ പഠിച്ച് മുന്നോട്ട് വരിക കേട്ടോ. അപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എക്സാമിനൊക്കെ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർക്ക് മികച്ചൊരു അവസരമാണ്. അവസരം നഷ്ടപ്പെടുത്താതെ തന്നെ എത്രയും വേഗം തന്നെ സ്കോളർഷിപ്പ് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.